ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ DB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ വീക്കാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ വളരെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ കമോഡിറ്റികൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ അയണറൊക്കെ വളരെ വീക്കായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് പക്ഷേ ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. മറ്റെല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. അയണോറാണ് ഇന്ന് താഴെ വന്നിരിക്കുന്നത്. $90 per ടണ്ണിന് താഴെ വന്നിരിക്കുകയാണ് ചൈനീസ് മാർക്കറ്റുകളിൽ. ഇത് പൊതുവെ സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ ചൈനയിൽ സ്റ്റീൽ സെക്ടറിന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളെല്ലാം തന്നെ വളരെ നെഗറ്റീവാണ്. പക്ഷേ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അയൺ ഓർ പ്രൈസ് താഴെ വരുന്ന റോ മെറ്റീരിയലാണ് സ്റ്റീൽ മേക്കിംഗ് കമ്പനികളുടെ. അതുകൊണ്ട് സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ NMDC പോലുള്ള ഓഹരികൾക്ക് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു ന്യൂസുകൾ തന്നെയാണ്. അമേരിക്കയിൽ ഇന്ന് ആപ്പിൾ 16 ലോഞ്ച് ചെയ്യുകയാണ്. ഇന്ത്യനെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോണുകളാണ് അവിടെ ഇന്ന് ലോഞ്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഐഫോണുകൾ. തീർച്ചയായിട്ടും ഇന്ത്യൻ ഐഫോൺ മാനുഫാക്ചറിങ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ചൈനയിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ് ഡാറ്റ വന്നിരിക്കുന്നത്. സ്ലൈറ്റ്ലി ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജപ്പാനിൽ Q2 GDP റിവൈസ് ചെയ്തിരുന്നു. അത് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻ ആണ്. പക്ഷേ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസുകളൊന്നും തന്നെയല്ല. ഇനി നമ്മളെ സംബന്ധിച്ച് ഈ ആഴ്ചയിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. ഗ്ലോബലി പല രാജ്യങ്ങളിലും കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. അതിൻ്റേതായ ഇമ്പാക്റ്റുകളൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം ഇന്ന് GST കൗൺസിൽ മീറ്റിംഗ് ഉണ്ട്. ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ മേലുള്ള GST റേറ്റുകൾ, അതുപോലെ തന്നെ ഗെയിമിംഗ് GST റേറ്റുകളൊക്കെ റിവൈസ് ചെയ്തേക്കാം. അത് വന്നതിന് ശേഷമാണ് നമുക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് പറയാൻ സാധിക്കുള്ളൂ. ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഗുജറാത്ത് ഗ്യാസ് റീസ്ട്രക്ചറിങ് അനൗൺസ് ചെയ്തിരുന്നു. പൊതുവേ ഗുജറാത്ത് ഗ്യാസ് അതുപോലെ തന്നെ അനുബന്ധ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ന്യൂസാണ്. ജെൻഡാൽ സ്റ്റെയിൻലെസ് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ ജോൺ കോക്കറെൽ, റിലയൻസ് ഇൻഫ്ര, റിലയൻസ് പവർ, PTC ഇൻഡസ്ട്രീസ്, മസഗൺ ഡോക്ക്, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതോടൊപ്പം തന്നെ സോളാർ സെൽ പാനൽ മാനുഫാക്ചറിങ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ പല ഡിസിഷൻസും പോസിറ്റീവാണ്. പ്രത്യേകിച്ച് അഡാനി ഗ്രീൻ, പ്രീമിയർ എനർജീസ്, വെബ്സോൾ, ടാറ്റ പവർ, അൽപെക് സോളാർ NSE SME ലിസ്റ്റിലുള്ള കമ്പനിയാണ്. നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തൊരു സ്റ്റോക്ക് തന്നെയാണ്. അറൗണ്ട് 250% അപ്രീസിയേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രീമിയർ എനർജീസും നമ്മുടെ ബൈ ലിസ്റ്റിലുള്ളൊരു കമ്പനി തന്നെയാണ്. പുതുതായിട്ട് ഇൻവെസ്റ്റേഴ്സിന് എൻട്രി ആവുന്നൊരു സ്റ്റോക്ക് വെബ്സോളാണ്. ലോങ് റണ്ണിൽ മാർക്കറ്റിൽ താഴെ വരുന്ന അവസ്ഥയിൽ ഈ സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ ലോങ് റണ്ണിൽ നല്ല ഗെയിൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പൊതുവേ വന്നുകൊണ്ടിരിക്കുന്ന സോളാർ റിലേറ്റഡ് ന്യൂസുകളെല്ലാം തന്നെ ടാറ്റ പവർ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഒപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകൾ തന്നെ മാർക്കറ്റ് വൊളാറ്റിലിറ്റി താഴെ വരുമ്പോൾ വാങ്ങാവുന്നതാണ്. കീറ്റെക്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രീമിയർ എനർജി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 63 മൂൺ ടെക്നോളജി, ഒപ്പം ജിൻഡാൽ സ്റ്റെയിൻലെസ്, JSL, സുസ്ലോണും ധാരാളം പോസിറ്റീവ് ഡിസിഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ടെക് മഹീന്ദ്ര, ഈ കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിരുന്ന IPO ഗാല പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ലിസ്റ്റിംഗ് എന്നാണ്. 530 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ്. അറൗണ്ട് 250-300 റേഞ്ചിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. അതോടൊപ്പം തന്നെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ നൈബ് ലിമിറ്റഡ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്, ഡീപ്പ് ഇൻഡസ്ട്രീസ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ചൈനയിൽ ലോകത്തിലെ ലാർജസ്റ്റ് വിൻഡ് ടർബിൻ കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. 20 MW ആണ് ഇതിൻ്റെ കപ്പാസിറ്റി, ലാർജസ്റ്റ് ആണ്. ഇനി ഫർദർ 22 MW ഉള്ള ഒരു വിൻഡ് ടർബിനും കൂടി അവർ ലോഞ്ച് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. റിന്യൂവബിൾ എനർജി രംഗത്ത് ചൈന തന്നെയാണ് മുന്നിട്ടിരിക്കുന്നത് ഗ്ലോബലി. ഈ ന്യൂസ് പൊതുവെ ചൈനീസ് കമ്പനികളെ സംബന്ധിച്ച് ആ സെക്ടറിനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മൾ IPO സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് ബജാജ്
ഹൗസിംഗ് ഫിനാൻസിൻ്റെ IPO ഓപ്പൺ ചെയ്യുകയാണ്. 70 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. എല്ലാ ഇൻവെസ്റ്റേഴ്സിനും അപ്ലൈ ആവുന്ന ഒരു IPO ആണ്. നാളെ PN ഗാഡ്ഗിൽ ജുവല്ലേഴ്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. 480 രൂപയാണ് ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്ന ഒരു മെയിൻ ബോർഡ് IPO ആണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ടോളിൻസ് ടയറും ഇന്ന് IPO ഓപ്പൺ ചെയ്യുന്നുണ്ട്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസസ് ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള IPO ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈമിൽ വാങ്ങാവുന്നതും കൂടിയാണ്. നമ്മൾ ഇന്ന് ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് 7 സ്ട്രോങ് പിക്കുകൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് ടെർമിനൽ കൂടി എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഇത് ലഭിക്കുന്ന ായിരിക്കും. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഗ്ലോബലി വലിയ സെൽ ഓഫ് ഒക്കെ വരികയാണെങ്കിൽ ഒരു പക്ഷേ നിഫ്റ്റി 24,500 24,400 ലെവലിലേക്ക് താഴെ വന്നേക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്തരമുള്ളൊരു ഇമ്മീഡിയറ്റ് ക്രാഷ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എല്ലാം ഗ്ലോബൽ ഇവൻറ്റുകൾ ഡിപ്പെൻഡ് ചെയ്തായിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ 2 അസംബ്ലി ഇലക്ഷൻസ് നടക്കാൻ പോകുന്നുണ്ട്. നവംബറിലും 2 അസംബ്ലി ഇലക്ഷൻസ് നടക്കാൻ പോകുന്നുണ്ട്. US പ്രസിഡൻഷ്യൽ ഇലക്ഷനൊക്കെയുണ്ട്. ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഡിസ്കൗണ്ടഡ് ആണ്. അതുകൊണ്ട് മാർക്കറ്റ് താഴെ വരുന്ന സമയങ്ങളിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ വാങ്ങുന്നത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ല ഗെയിൻ നൽകുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.